ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, നിങ്ങൾ ആ ക്യാപ്ഷനിൽ കാണുന്നത് പോലെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കി കളയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. ചില സമയത്ത് ചില ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന നല്ല ആലോചനയെ ദൈവം വ്യർത്ഥമാക്കി കളയും. ആ ആലോചന നല്ലതല്ല എന്ന് ദൈവത്തിനറിയാം, അതുകൊണ്ടാണ് ദൈവം അത് വ്യർത്ഥമാക്കി കളയുന്നത്. ഇവിടെ നമ്മൾ 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഹീഥോഫേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ അരുളപ്പാട് പോലെയായിരുന്നു ജനം അന്ന് സ്വീകരിച്ചിരുന്നത്. രാജാവും മന്ത്രിമാരും മറ്റുള്ള ആളുകളും എല്ലാം അഹീഥോഫേലിനെ കണ്ടിരുന്നത് അവൻ ദൈവത്തിന്റെ അരുളപ്പാട് പറയുന്നവനെ പോലെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ പ്രവാചകനൊന്നുമല്ല. ഇന്ന് നാം പോകുന്ന സഭകളിൽ ഇതുപോലെ ചില അങ്കിൾമാര്, ചില ആന്റിമാര്, ചില പാസ്റ്റർമാരുടെ ഭാര്യമാര്, അങ്ങനെയുള്ള ചില ആളുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ പറയുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെടുക്കുന്ന ഒരു ആലോചന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചന പോലെ മറ്റുള്ളവർക്ക് തോന്നുന്നതായിരിക്കും. ഇവിടെ സ്വന്തം പിതാവിനെതിരെ മകൻ മത്സരിച്ചപ്പോൾ മകന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന അഭിഷേകം ലഭിച്ച രാജാവായിരുന്നു ദാവീദ്. തൻ്റെ മകനായിരുന്ന അബ്ശലോം തനിക്കെതിരെ തിരിഞ്ഞു, ജനത്തെ കൂട്ടി, പടയാളികളെ കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ സമയത്ത് ദൈവത്തിന്റെ ആലോചന പറഞ്ഞു കൊടുക്കുന്നത് പോലെ അരുളപ്പാട് അറിയിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നത് പോലെ ആലോചന പറഞ്ഞു കൊടുക്കുന്ന അഹീഥോഫേല് അബ്ശാലോമിനോട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ നടത്തുന്നതിന് പകരം അബ്ശാലോമിന്റെ പക്ഷം ചേർന്നു. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാവീദിനുണ്ടായിരുന്ന ഒരു ചെറിയ ഭയം, ഇവൻ പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ഇരിക്കുന്ന ജനമാണുള്ളത്. അപ്പൊ തൻ്റെ മകനും ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ഈ അഹീഥോഫേലിന്റെ ആലോചനയെ എടുക്കുമല്ലോ എന്നുള്ള ഒരു ഭാരം വന്നപ്പോൾ മല കയറി പോകുന്ന ദാവീദ് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, അഹീഥോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമെന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് വിരോധമായി, നമ്മുടെ കുടുംബത്തിന് വിരോധമായി ചില സൂത്രങ്ങളും തന്ത്രങ്ങളും ശത്രു മെനയുമ്പോൾ, പിശാചുക്കൾ മെനയുമ്പോൾ, അവരുടെ ഏജന്റുമാർ മെനയുമ്പോൾ നാം ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, ആ പിശാചിന്റെ ആലോചനയെ നീ വ്യർത്ഥമാക്കണമേ, അതിൻ്റെ ഏജന്റുമാരുടെ ആലോചനയെ നീ വ്യർത്ഥമാക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ദാവീദ് മല കയറി ഓടിപ്പോവുകയാണ് സ്വന്തം മകന്റെ മുമ്പിൽ നിന്ന്. ആ സമയത്ത് അർഖനായ ഹുശായി പിന്നാലെ വരികയാണ്. ദാവീദ് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരുന്നത് എനിക്ക് ഭാരമാണ്, നീ മടങ്ങിപ്പോവുക, നീ അബ്ശാലോമിന്റെ അടുക്കൽ ചെല്ലുക, അവിടുത്തെ നീക്കുപോക്കുകളെല്ലാം തിരിച്ചറിയുക, അവിടുത്തെ കാര്യകാര്യാദികളെല്ലാം തിരിച്ചറിഞ്ഞ് ഞാൻ ചില ആളുകൾ അവിടെ നിർത്തിയിട്ടുണ്ട്, അവരെ നീ അറിയിക്കുക, അവർ വന്ന് അതാത് സമയങ്ങളിൽ എന്നെ അറിയിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹുശായി തിരികെ അബ്ശാലോമിന്റെ അടുക്കൽ ചെന്നപ്പോൾ അബ്ശാലോം ചോദിച്ചു, നീ രാജാവിന്റെ അടുക്കൽ പോകാതെ എൻ്റെ അടുക്കലേക്ക് വന്നത് എന്താണോ? ഇതാണോ ഒരു രാജ്യസ്നേഹം, ഒരു രാജാവിനോടുള്ള സ്നേഹം? അപ്പോൾ ഹുശായി വളരെ തന്ത്രപരമായിട്ട് പറഞ്ഞു, ജനം ആരോടൊപ്പം നിൽക്കുന്നു, ദൈവം ആരോടൊപ്പം നിൽക്കുന്നു, അവരോടൊപ്പമല്ലേ ഞാൻ നിൽക്കേണ്ടത്, ഞാൻ എൻ്റെ രാജാവിൻ്റെ മകനെയല്ലേ സേവിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അബ്ശാലോം അവനെ ചേർത്തുകൊണ്ട് അതിനുശേഷം അഹീഥോഫേലിനോട് ഓരോ ആലോചന ചോദിച്ചു കഴിഞ്ഞപ്പോൾ അഹീഥോഫേൽ പറഞ്ഞു, ആദ്യം തന്നെ നീ നിന്റെ അപ്പന് നിന്നെ തന്നെ വെറുപ്പാക്കണം, ആ രീതിയിലുള്ള പ്രവൃത്തി നീ ചെയ്യണം. നിന്റെ കുടുംബത്തിലുള്ള ചില സ്ത്രീകളെ നീ പോയി ബലാത്സംഗം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിന്റെ അപ്പന് നിന്നോട് അറപ്പും വെറുപ്പും തോന്നും. ആദ്യം നിന്റെ അപ്പനെ നീ വെറുപ്പിക്കണം. സ്വന്തം പിതാവിനെയും മകനെയും തമ്മിൽ അടുപ്പിക്കാൻ ആലോചന പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെയുള്ള ചില ഉപദേഷ്ടാക്കന്മാർ ചില സഭകളിൽ ഉണ്ടാകും. എല്ലാ സഭകളിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് കുടുംബം തകർക്കണമെന്നുള്ള പൈശാചിക തന്ത്രങ്ങളാണ് അവരുടെ ഉള്ളിലുള്ളത്. ഇവിടെ അഹീഥോഫേൽ അബ്ശാലോമിന് അങ്ങനെയുള്ള ഒരു ആലോചന പറഞ്ഞു കൊടുത്തു. അത് അബ്ശാലോം ആദ്യം നിറവേറ്റി. രണ്ടാമത് വന്നിട്ട് ചോദിച്ചു, ഞാൻ ഇനി എന്താണ് അടുത്ത് ചെയ്യേണ്ടത്, അപ്പനെ പിന്തുടർന്ന് യുദ്ധം ചെയ്യണമോ, എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അഹീഥോഫേൽ ഒരു നല്ല ആലോചന പറഞ്ഞു കൊടുത്തു. നീ ഒരു 12,000 ആളുകളെ എനിക്ക് തരിക, ഞാൻ പിന്നാലെ ചെല്ലാം, അവനിപ്പോൾ ക്ഷീണിച്ച് മടുത്ത് മല കയറിക്കൊണ്ടിരിക്കുകയാണ്, പിന്നാലെ ചെന്ന് കൂടെയുള്ള ജനത്തെ ഭ്രമിപ്പിച്ച് ഞാൻ ഓടിപ്പിക്കും, നിന്റെ അപ്പനെ മാത്രം ഞാൻ വെട്ടിക്കളയും, പിന്നെ രാജ്യഭരണം നിനക്ക് സുസ്ഥിരമായിരിക്കും എന്ന് പറഞ്ഞു. കൂടെ അബ്ശാലോമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ഇത് ഇഷ്ടമായി. കാരണം ദാവീദ് ഇപ്പോൾ ക്ഷീണിച്ചാണ് മല കയറി പോകുന്നത്, ഭാരപ്പെട്ടാണ് കടന്നു പോകുന്നത്, കരഞ്ഞുകൊണ്ടാണ് മല കയറി പോകുന്നത്. ഇപ്പോൾ അവനെ തകർക്കുവാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? അഹീഥോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കുവാൻ ദൈവം തീരുമാനിച്ചിരുന്നു. കാരണം ദൈവത്തിന്റെ അഭിഷിക്തനായ ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന്
ദാവീദ് അബ്ശാലോം എന്ത് ചെയ്തെന്നറിയാമോ? ശരി, നല്ല ആലോചന, എന്നാലും അർഹനായ ഹുശായിയോടും കൂടി ഒന്ന് ചോദിക്കാം എന്ന് അവൻ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ഹുശായി ഹുശായിയുടെ അടുക്കൽ അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹുശായി പറഞ്ഞു, അഹിതോഫേൽ പറഞ്ഞ ആലോചന നല്ലത് തന്നെ, പക്ഷെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇത് നല്ലതല്ല. കാരണം നിന്റെ അപ്പൻ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയ കരടിയെ പോലെ ഉഗ്രമാനസമുള്ളവരാണ് അപ്പനും അപ്പൻ്റെ കൂടെയുള്ള ആളുകളും. നിന്റെ അപ്പൻ ജനത്തോടു കൂടെ നടക്കുകയില്ല, അവൻ ഏതെങ്കിലും ഗുഹയിൽ ഒളിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ചെന്ന് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം അബ്ശാലോമിൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകളെങ്കിലും മരിച്ചു പോയാൽ ജനം പറയും അബ്ശാലോം തോറ്റുപോയി, അബ്ശാലോമിൻ്റെ കൂടെയുള്ള ആളുകൾ പട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വന്ന് ആക്രമിച്ച് നിന്നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അബ്ശാലോം തന്നെ മുൻകൈയെടുത്ത് ജനത്തെ കൂട്ടി ദാവീദിനെതിരെ പോകണമെന്ന് ഒരാലോചന പറഞ്ഞു കൊടുത്തു. ഈ ആലോചന കൃത്യമായിട്ട് അവിടെ എത്തുകയും ചെയ്യും. അപ്പോൾ ഹുശായി പറഞ്ഞ ആലോചന എല്ലാവരും എടുക്കാൻ തയ്യാറായി. അബ്ശാലോം തന്നെ നേരിട്ട് യുദ്ധത്തിന് പുറപ്പെടാം, അഹീതോഫേലിനെ അയക്കണ്ട എന്ന് തീരുമാനിച്ചു. അക്കാലത്ത് അഹീതോഫേൽ പറയുന്ന ആലോചന ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ ആയിരിക്കുമെന്ന് തിരുവെഴുത്ത് നമ്മളെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. 2 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ അഹീതോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 2 ശമൂവേൽ 17-14 അബ്ശാലോമിനെ അനർത്ഥം വരുത്തേണ്ടതിന് അഹീതോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അഹീതോഫേലിന്റെ ആലോചന വളരെ നല്ലതായിരുന്നു, എന്നാൽ അത് വ്യർത്ഥമാക്കുവാനായിട്ട് ദൈവം നിശ്ചയിച്ചിരുന്നു. അങ്ങനെ അബ്ശാലോം ദാവീദിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാനായിട്ട് പോകുവാൻ തീരുമാനം എടുത്തു. പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അബ്ശാലോം ഒരു കലുവേലകത്തിന്റെ ഇടയിൽ മുടി കുരുങ്ങി അവൻ അവിടെ വീഴുകയും കുതിര ഓടിപ്പോവുകയും കോവർക്കഴുത ഓടിപ്പോവുകയും അവനെ അടിച്ചു കൊല്ലുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനകത്തൊക്കെ രസകരമായ മറ്റൊരു കാര്യം, അഹീതോഫേലിന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വീട്ടിൽ പോയി കെട്ടിത്തൂങ്ങിച്ചത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ പോകുന്ന സഭയിലോ കൂട്ടായ്മയിലോ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പിശാച് ഇങ്ങനെയുള്ള നല്ല ആലോചന പറഞ്ഞു കൊടുക്കുന്ന ചില ഏജന്റുമാരെ വെച്ചിട്ടുണ്ടാവും. എന്നാൽ ദൈവ മക്കളായിരിക്കുന്ന, ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്ന, ദൈവത്തിൻ്റെ അഭിഷേകം ലഭിച്ച ദൈവദാസന്മാരുടെ കുടുംബത്തെ പിരിക്കുവാനുള്ള നീക്കങ്ങളിൽ തലയിടുന്നവരുടെ അവസാനം എന്ന് പറയുന്നത് ദുർമരണങ്ങളായിരിക്കും. ശരിയായ മരണം പോലും അവർക്ക് ലഭിക്കുകയില്ല. ഇവിടെ അഹീതോഫേൽ പോയി തൂങ്ങി മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്, അവൻ ന്യായത്തിൻ്റെ ദൈവമാണ്. കുടുംബങ്ങളെ തകർക്കുന്നവരോട് കൂട്ടി നിൽക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് ഈ കാലയളവിൽ നാം ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ തക്കോണം ഈ വചനകേൾവി മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ്, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കുടുംബത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടവല്ലമകളെ, ശക്തികളെ തിരിച്ചറിയുവാൻ തക്കണം ഞങ്ങൾ കൃപ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങൾക്കായിട്ട് കുഴി കുഴിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴുമെന്ന് ഞങ്ങളുടെ വചനമുണ്ട് കർത്താവെ. ഞങ്ങൾക്കെതിരെ കല്ലുരുട്ടുന്നവൻ്റെ നേരെ കല്ല് തിരിഞ്ഞുരുളുമെന്ന് ഞങ്ങളുടെ വചനമുണ്ട് കർത്താവെ. അവൻ വിരിച്ച വലയിൽ അവൻ്റെ കാൽ തന്നെ കുടുങ്ങുമെന്ന് അങ്ങയുടെ വചനത്തിലുണ്ട് കർത്താവെ. അതുപോലെ അഹീതോഫേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, ഇന്ന് വചനം കേട്ട മക്കളെ അനുഗ്രഹിക്കണം. വിശേഷമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ നിന്ന് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. എല്ലാ അടിയങ്ങൾക്കും വേണ്ടി ജീവമറ്റ് രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.